ഹായ്, ദിസ് ഈസ് അരുൺ. വെൽക്കം ടു മൂവി ക്ലബ്. സ്റ്റോളൻ ആമസോൺ പ്രൈമിൽ 2025 ജൂണിൽ റിലീസ് ചെയ്ത അതിമനോഹരമെന്ന് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ് സ്റ്റോളൻ. റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും തുടർന്ന് ആ കുഞ്ഞിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആ സ്ത്രീയും അവരോടൊപ്പം അവിടെയുണ്ടായിരുന്ന 2 സഹോദരങ്ങളും നടത്തുന്ന യാത്രയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയിൽ അവർ നടത്തുന്ന യാത്രയിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളിയാവുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത. ആ യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ആൾക്കൂട്ടമർദ്ദനം, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടം, സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും ആ പോരാട്ടത്തിലേക്ക് ഇഴുകിച്ചേരുന്നു എന്നുള്ളിടത്താണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും എന്നുള്ളത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന സമൂഹത്തിലെ പാവപ്പെട്ടവൻ്റെ ജീവിതവും ഉണ്ട്. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന സമൂഹത്തിലെ പാവപ്പെട്ടവൻ്റെ ജീവിതവും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതൊക്കെ ഈ സിനിമ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കരൺ തേജ്പാൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ അഭിഷേക് ബാനർജി, ശുഭം വർദ്ധൻ, മിയ മെൽസർ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ നാടുകളിൽ ഈയിടെയെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട മർദ്ദനങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും എല്ലാം തന്നെ ഈ സിനിമയ്ക്ക് പ്രചോദനമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2018 ആസാമിൽ നടന്ന ഒരു ആൾക്കൂട്ട മർദ്ദനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ മികച്ചതെന്ന് എനിക്ക് തോന്നിയ ഒരു മസ്റ്റ് വാച്ച് മൂവി എന്നാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.